ഹൈന്ദവ വിശ്വാസപ്രകാരം ചില സൂചനകൾ നമുക്ക് നൽകുന്നത് നമ്മുടെ ഗൃഹങ്ങളിൽ ദൈവാനുഗ്രഹമുണ്ട് എന്നതിനെയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് പൂജാമുറിയിൽ പല്ലികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാം, നിങ്ങളുടെ ഗൃഹത്തിൽ ദൈവാനുഗ്രഹമുണ്ട് എന്ന്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ കാക്ക കൊടുക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നതാണ് ഉറപ്പുവരുത്തുന്നത്. പിന്നെ നമ്മൾ നല്ല വൃത്തിയിലും വെടുപ്പിലും വീട് കൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ 2 നേരം നമ്മൾ ദൈവാരാധന നടത്തുന്നതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുന്നതാണ്. കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദിനം പ്രതി നമ്മൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. പറ്റുമ്പോഴൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോവുക, പറ്റുമെങ്കിൽ മാസം പോവുക. പറ്റാത്തൊരു ദിവസവും നമ്മൾ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. അത് നമ്മളുടെ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും. നിങ്ങൾ വീട്ടിലൊരു തുളസി ചെടി നട്ടു വളർത്തുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക, അതും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കും. വീടിൻ്റെ ചില ഭാഗങ്ങളിൽ കല്ലുപ്പ് സൂക്ഷിക്കുന്നതും വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കും.